നെടുമ്പാല എസ്റ്റേറ്റിൽ കുടുങ്ങിയ പുലിയെ പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ്. അല്പസമയത്തിനകം അതിനെ മയക്കുവെടി വെക്കും. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, പുലിയെ മയക്കുവെടി വെച്ചോ? നേരത്തെ എല്ലാവരെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കൊക്കെ മാറ്റിയല്ലോ, എന്താണ് പുതിയ വിവരം? വിജയകുമാർ, ഡോക്ടർ രാജേഷ് മോഹൻദാസ്, ബയോളജിസ്റ്റ് വിഷ്ണു, ഒപ്പം തന്നെ വനംവകുപ്പിലെ ജീവനക്കാരായ ലിനോ ഉൾപ്പെടെയുള്ളവർ, ലിനോ അഖിൽ അടക്കമുള്ള വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ തന്നെ ഈ പുലിക്ക് ചുറ്റും അതിനെ വളയുന്നൊരു തരത്തിലേക്ക് അങ്ങനെ ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും കൃത്യമായ രീതിയിൽ തന്നെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. നമ്മൾ നിൽക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു 30 മീറ്റർ മാത്രം അകലെയാണ് ഈ പുലിയുടെ സാന്നിധ്യമുള്ളത്. അവിടെ ഒരു കമ്പിക്കുള്ളിൽ കാൽ കുരുങ്ങിയ നിലയിലാണ് പുലിയുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ള ദൗത്യമാണ് വനംവകുപ്പ് നടപ്പാക്കുന്നത്. അതിന് ചുറ്റുമായി കൃത്യമായ രീതിയിൽ തന്നെ ആ ഏരിയ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. വെറ്റിനറി ഓഫീസറായിട്ടുള്ള ഡോക്ടർ രാജേഷ് മോഹൻദാസ്, അതോടൊപ്പം തന്നെ മറ്റ് വനംവകുപ്പിലെ ജീവനക്കാർ എല്ലാവരും ഇവിടെയുണ്ട്. DFO അജിത് കെ രാമൻ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ട് മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഈ തേയിലത്തോട്ടത്തിൽ നിലയുറപ്പി നിൽക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ മയക്കുവെടി വെക്കാനുള്ള നീക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സജ്ജമായി നിലനിൽക്കുന്നു. അത് ഏത് തരത്തിൽ അതിനെ മയക്കുവെടി വെച്ച ശേഷം കുരുക്കാനുള്ള ആ കുരുക്ക് അടക്കമുള്ളവ സജ്ജമാക്കിയിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ഒരുപക്ഷെ വേഗത്തിൽ തന്നെ ഈ നടപടി പൂർത്തിയാക്കുക എന്നുള്ളതാണ് ശ്രമകരമായ ദൗത്യം. കാരണം മയക്കുവെടി വെച്ച ഉടൻ ഒരുപക്ഷെ മരണവെപ്രാളത്തിൽ അത് ഓടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അതാണ് ഏറ്റവും വലിയ ആശങ്ക. ആ ആശങ്കയാണ് ഇങ്ങനെ സർവ്വസന്നാഹങ്ങളോടും കൂടി RRT സംഘവും ഒപ്പം തന്നെ വനംവകുപ്പിലെ ജീവനക്കാരും പോലീസും നിലയുറപ്പിച്ചുകൊണ്ട് അതിനെ പിടികൂടുക എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ മയക്കുവെടി വെക്കാനുള്ള രീതിയിൽ ആ വല ഉൾപ്പെടെ ക്രമീകരിക്കുന്ന ദൃശ്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം വല വിരിച്ചുകൊണ്ട് അതിനെ അത് ഓടുകയാണെങ്കിൽ അഥവാ അതിനെ വേഗത്തിൽ തന്നെ വലയ്ക്കകത്താക്കുക എന്നുള്ള തരത്തിലേക്കുള്ളൊരു നീക്കമാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ എല്ലാവരെയും നമുക്കിവിടെ കാണാൻ കഴിയും. കൃത്യമായ രീതിയിൽ തന്നെ ഒരു നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് ഡോക്ടർ രാജേഷ് മോഹൻദാസും അതോടൊപ്പം തന്നെ മറ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ അവരെല്ലാവരും സർവ്വസജ്ജരായി നിലയുറപ്പിച്ച് നിൽക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ള തരത്തിലേക്ക് കടക്കും. നേരത്തെ തന്നെ ഇത്തരം ദൗത്യങ്ങളിൽ പങ്കാളികളായ അതിൽ കൃത്യമായ രീതിയിൽ തന്നെ പ്രാവീണ്യമുള്ള ടീമാണ്. ആ ടീം സജ്ജമായ രീതിയിൽ തന്നെ ബത്തേരിയിൽ നിന്നുള്ള RRT സംഘം അവർ സജ്ജമായി തന്നെ നിലയുറപ്പിച്ച് നിൽക്കുന്നു. മയക്കുവെടി നിറച്ചുകൊണ്ടുള്ള, അതായത് മരുന്ന് നിറച്ചുകൊണ്ടുള്ള തോക്കുമായി ബയോളജിസ്റ്റായിട്ടുള്ള വിഷ്ണു ഒരു ഭാഗത്ത് നിലയുറപ്പിച്ച് നിൽക്കുന്നു. മറ്റ് ആളുകൾ 12 ബോർ തോക്കുമായി മറുഭാഗത്ത് അവർക്ക് സുരക്ഷയൊരുക്കുക എന്ന തരത്തിൽ മയക്കുവെടി വെക്കാൻ വേണ്ടി പോകുന്നു. തോക്ക് ചൂണ്ടിത മയക്കുവെടി വെക്കാനുള്ള വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ആ ദൃശ്യത്തിൽ മയക്കുവെടി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് നമുക്ക് കൃത്യമായ രീതിയിൽ തന്നെ കാണാൻ കഴിഞ്ഞിരിക്കുന്നു. മയക്കുവെടി വെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിന് തന്നെ അത് മയങ്ങും. അതിനുശേഷം നേരെ വല കൊണ്ട് മൂടി നേരെ ഈ താഴെയുള്ള കൂട്ടിലേക്ക് മാറ്റും എന്നുള്ളതാണ്. അത് പൂർണ്ണമായ രീതിയിൽ മാറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മയക്കുവെടി വെച്ച് കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം തന്നെ നമുക്ക് അതിനെ കൊണ്ടുപോകാനുള്ള ആ ഒരു ശ്രമമാകും ഉണ്ടാവുക. എന്തായാലും ആ ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടന്നിരിക്കുന്നു. ആളുകളെ പൂർണ്ണമായും, അതായത് മറ്റ് പ്രശ്നങ്ങൾ നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. കാരണം മറ്റവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിന് കൃത്യമായ രീതിയിൽ തന്നെ മയക്കുവെടി ഉതിർത്ത് അതിനെ ഈ വല വിരിച്ചുകൊണ്ട് അതിനെ പിടികൂടുക എന്നുള്ളതാണ്. അത് മയങ്ങാനുള്ള സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനി ഉണ്ടാകുന്നത്. ബയോളജിസ്റ്റായിട്ടുള്ള വിഷ്ണുവാണ് വെടി ഉതിർത്തിരിക്കുന്നത്. എന്തായാലും ഇനി അല്പസമയത്തിനകം തന്നെ അതിനെ പൂർണ്ണമായും ഇവിടേക്ക് മയങ്ങിയ ശേഷം അതിനെ നേരെ എടുത്തുകൊണ്ട് ഇവിടെ നിന്നും കൂട്ടിനകത്താക്കി അതിനെ കൊണ്ടുപോകാനുള്ള ഒരു ഇടപെടലാണ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങൾ വനംവകുപ്പ് താഴെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ കൂട് ഒരുക്കിയിട്ടുണ്ട്. ആ കൂട് ഒരുക്കിയ ശേഷം കൂടൊരുക്കി സർവ്വസന്നാഹങ്ങളോടും കൂടി തന്നെയാണ് വനംവകുപ്പ് നിലയുറപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും മയക്കുവെടി വെച്ച് കഴിഞ്ഞു. ഇനി അതിനെ ഈ വലയിലാക്കി കൊണ്ടുപോവുക. അത് മയങ്ങാനെടുക്കുന്ന ഒരു നിശ്ചിത സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതിനുശേഷം നേരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാകും നടക്കുക. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത്. മയക്കുവെടി ദൃശ്യങ്ങൾ നെടുമ്പാല എസ്റ്റേറ്റിൽ നിന്നാണ്. അവിടെ കുടുങ്ങിയ പുലിയെ അതിനെ മയക്കുവെടി വെച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം അവിടെ ഒരു പ്രത്യേക കൂട് സജ്ജമാക്കിയിട്ടുണ്ട്. ആ കൂട്ടിലാക്കി അതിനെ കൊണ്ടുപോകും. വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെയുണ്ട്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.